എടിയേ എടിയേ എന്തുവാ മനുഷ്യ രാവിലെ കിടന്നങ്ങ തന്നെ കീർന്നേ? പൂമുഖത്ത് ഒരു ബ്ലാക്ക് ടീ. നിങ്ങളുടെ ഒരു ബ്ലാക്ക് ടീ ഇവിടെ ചായം കുടിച്ച് പത്രവും വാങ്ങിച്ചിരുന്നോ? ഇന്ന് എന്തുവാ ദിവസം നിങ്ങക്ക് അറിയോ? എന്താ ചോദ്യം ഇത്? നിന്റെ ബർത്ത്ഡേ ഒക്കെ ഞാൻ മറക്കോ? അതോ ഇനി ആനിവേഴ്സറി വല്ല ആണോ? ഓ ആയിരിക്കില്ല. ഞാൻ കുഴി ചാടിയ ദിവസം ഞാൻ എങ്ങനെ മറക്കാനാ? അത് ശരി, അപ്പൊ നിങ്ങക്ക് അതും അറിയില്ലേ? പിന്നെന്താ ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത? ഓ എന്റെ മനുഷ്യ, ഇന്ന് നമ്മുടെ പാസ്റ്റർ വരുമെന്ന് പറഞ്ഞില്ലായിരുന്നു? കഴിഞ്ഞ ആഴ്ച സഭായോഗത്തിന് കാണാത്തോണ്ട് വാട്സാപ്പ് ചെയ്തല്ലേ ഇന്ന് വരുമെന്ന്. ഓ അത് ശരി. വല്ലം പിരിവുമാണോ ഇനി? പാസ്റ്ററിന് വേറെ പണിയൊന്നുമില്ലേ? ഒരു അവധി ദിവസം കിട്ടിയത് എങ്ങനെ പോയല്ലോ. ദൈവദൂഷണം പറയാതെ മനുഷ്യ, നമ്മളോ പ്രാർത്ഥിക്കുന്നില്ല, പാസ്റ്ററെങ്കിലും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. എന്തെങ്കിലും ആവട്ടെ. ആ 3 കുർത്തം കെട്ടവർ ഇതുവരെ എണീറ്റില്ലേ? ഹോ, അതിനിയും പാസ്റ്റർ വന്നിട്ട് പോയാലും അവരെണിക്കൂല. അതെങ്ങനെ? രാത്രി 2-3 മണി വരെ അല്ലയോ റീൽസും തോണ്ടിക്കൊണ്ടിരിക്കുന്നേ. സമയം 12 മണി ആയതേ ഉള്ളൂല്ലോ. മാഡം ജി കുറച്ച് നേരത്തെ ആണല്ലോ ഇന്ന്. എന്ത് പറ്റി? എടി ടെസ്സേ, വെറുതെ ഇവിടെ തലയും ചൊറിഞ്ഞ് താരനും പറപ്പിച്ച് വിടാതെ ബാക്കി 2 പോയി എണ്ണിപ്പിക്ക്. എന്നിട്ട് പോയി ആ കാടം പെറ്റ് കിടക്കുന്ന മുറിയില്ലയോ, അതൊന്ന് പോയി വൃത്തിയാക്ക്. ഓഫ്, ഈ മമ്മിക്ക് രാവിലെ കിടന്ന് അലയ്ക്കാനേ സമയമുള്ളല്ലോ. ഈ ഇച്ചാൻ അവിടെ ഇരുന്നോ? ആകപ്പാടെ വീട് വൃത്തിയാക്കുന്ന ആരെങ്കിലും വരുമ്പോഴാ. ഒന്ന് എഴുന്നേക്ക് മനുഷ്യ, എന്നിട്ട് വീട് വൃത്തിയാക്ക അങ്ങോട്ട്. ഇച്ചായാ, നമ്മുടെ ആ ബൈബിൾ എവിടെയാ? ഓ അത് ഉപയോഗിച്ചിട്ട് കാലങ്ങളായി. വല്ലം പൊടി പിടിച്ച് കിടക്കുമായിരിക്കും. മമ്മേ, എനിക്ക് വിശക്കുന്നു. ചിക്കന് വല്ലതും ഉണ്ടോ? പപ്പാ, റിമോട്ട് എന്തിയേ? ഇന്ന് റൊണാൾഡോയാ കളിക്കുന്നേ. ഞാൻ മാച്ച് ഒന്ന് കാണട്ടെ. ഡേ, ഇവിടെ തിന്നാനും കാണാനും നേരം ഒന്നുമില്ല. പാസ്റ്ററുകൾ ഇപ്പൊ വരും. വേഗം നിങ്ങളുടെ ബൈബിളൊക്കെ തപ്പിയെടുത്തോ. പാസ്റ്റർ വരുമ്പോ ഇവിടെ ബൈബിൾ ഒന്നും ഇല്ലെന്ന് അറിഞ്ഞാലേ നാണക്കേടാ. ബൈബിളും കാണുന്നില്ലല്ലോ. എടാ ടിൻറ്റുകുട്ട, ആ ശോശാമ്മയുടെ വീട്ടിൽ പോയി ചോദിക്ക് അവരുടെ ബൈബിൾ അങ്ങൊന്ന് തരാൻ. മമ്മി, ഞാൻ എന്തിനാ ശോശാമ്മ ആന്റിയുടെ വീട്ടിൽ വരെ പോന്നേ? തൊട്ടിപ്പുറത്തല്ലേ മറിയമ്മ ആന്റിയുടെ വീട്. 2 ആഴ്ച മുമ്പേ ഫാമിലി സൺഡേക്ക് പുതിയൊരു സാരി എടുത്തപ്പോഴത്തേക്ക് അവളുടെ ഒരു നോട്ടം നോക്കണമായിരുന്നു. അല്ലേലും അവൾക്ക് ഭയങ്കര കുശുമ്പ. മാത്രമല്ല അവളുടെ സ്വഭാവം എനിക്ക് തീരെ പിടിക്കുന്നില്ല. അവളുടെ അടുത്തൊന്നും പോണ്ട. നീ വേഗം പോയി ശോശാമ്മ അടുത്ത് പോയി വാങ്ങിട്ട് വന്നേ. എടി ബെല്ലടിച്ച് പാസ്റ്റർ വന്നതാ തോന്നേ. സ്തോത്രം, പ്രൈസ് ലോർഡ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എന്താ വിശേഷം പാസ്റ്ററെ? സുഖമായിരിക്കുന്നു. വാ വന്നിരിക്ക്. അല്ല, ഞാനിരിക്കാം. ഒരാളെ കാണുന്നില്ലല്ലോ. ടിൻറ്റുമൻ എവിടെ? ഓ, അവൻ അപ്പുറത്ത് കളിക്കാൻ പോയെന്ന് തോന്നുന്നു. ആ ശരി. അല്ല തങ്കച്ച, കുറെ നാളായല്ലോ ചർച്ചിലൊക്കെ കണ്ടിട്ട്. ഒന്നും പറയണ്ട പാസ്റ്ററെ. ആകെപ്പാടെ ജോലിയില്ലാതെ കിട്ടുന്നൊരു ദിവസമാ ഞായറാഴ്ച. അന്ന് രാവിലെ പിന്നെ പള്ളിയിൽ പോയാൽ പിന്നെ അന്നത്തെ ദിവസം പോക്കല്ലേ. ഞായറാഴ്ച ചർച്ചും കൂട്ടായ്മയൊക്കെ ആവശ്യമല്ലേ സഹോദര?
അല്ല അതിനൊക്കെ അല്ലേ ഞങ്ങള് സ്പോർട്സിനൊക്കെ വരുന്നേ. മമ്മി ഇന്നാ ശോശാമാൻ്റെ ബൈബിള്. ആ, അയ്യോ ടിൻറ്റുമോൻ എന്തിനാ ആന്റിയുടെ ബൈബിൾ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? നമ്മുടെ വീട്ടില് ബൈബിളുണ്ടല്ലോ. അതിന് മമ്മിയല്ലേ എന്നോട് പറഞ്ഞേ ബൈബിൾ ഇവിടെ കാണാത്തോണ്ട് കൊണ്ടുവരാന്. ഈ പൊട്ടന്റെ കാര്യം. ഓ അത് ശരി. അപ്പോൾ ഇവിടെ വചനം വായനയും കുടുംബ പ്രാർത്ഥനയും ഒന്നും ഇല്ലല്ലേ? ആ ഇടയ്ക്കിടയ്ക്കുണ്ട് പാസ്റ്ററെ, പക്ഷെ എന്ത് ചെയ്യാൻ, നൈറ്റ് ഡ്യൂട്ടി ഒക്കെ അല്ലേ, സമയം കിട്ടാറില്ലെന്നേ. അത് മാത്രമല്ല പിള്ളേരുടെ ഒക്കെ ട്യൂഷൻ കഴിയുമ്പോൾ ഒരു നേരമാവും. അതുകൊണ്ട് പിന്നെ നിങ്ങൾ എല്ലാ ദിവസവും പല്ല് തേക്കാൻ മറക്കുമോ? ഓട്ടെ, ഭക്ഷണം കഴിക്കാൻ മറക്കുമോ? പാസ്റ്ററങ്ങളെ, പപ്പയും മമ്മി പറഞ്ഞിട്ടുണ്ട്, കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ട്യൂഷൻ മുടക്കാതിരുന്നാ മതി. അതാ ഇവിടുത്തെ പോളിസി. കർത്താവേ, ഇതിലും ഭേദം ഉഗാണ്ടയായിരുന്നല്ലോ. മക്കളെ, പഠനവും ഭക്ഷണവും പോലെ നമുക്ക് ആത്മീക ജീവിതത്തിൽ പഠനവും ഭക്ഷണവും വേണ്ടേ? അല്ല, ചർച്ചിലെ സൺഡേ സ്കൂൾ ഹെഡ് മിസ്ട്രസ് കഴിഞ്ഞ ആഴ്ച എനിക്ക് റിപ്പോർട്ട് തന്നിരുന്നു. ആഹാ, ആണോ? നമ്മുടെ പിള്ളേർക്കൊക്കെ ഫസ്റ്റ് പ്രൈസ് ആയിരിക്കും അല്ലേ പാസ്റ്ററെ? സ്കൂളിൽ ഇവർ ഫസ്റ്റ് പ്രൈസേ വാങ്ങിക്കാറുള്ളൂ. ആ, പുറകേന്ന് 3 പേർക്കും ഫസ്റ്റാ. ഏ അതെങ്ങനെ? ആ, അതെങ്ങനെ? അവരുടെ അറ്റൻഡൻസ് തന്നെ 50% താഴെയല്ലേ ഉള്ളൂ. ബാക്കി 50% എല്ലാം ലേറ്റ് മാർക്ക്. പാസ്റ്ററങ്ങളെ, നമ്മൾ രാവിലെ എണ്ണിക്കാത്തോണ്ടൊന്നും അല്ല, ഇവിടെ പപ്പയും മമ്മയും ഒന്ന് ഇറങ്ങണ്ടേ. അതെന്തുവാടി നീ അങ്ങനെ പറയുന്നേ? നീ ആദ്യം നിന്റെ ഫോൺ ഒന്ന് താത്തി വെക്കാൻ നോക്ക്. എന്റെ കയ്യിലൊരു ഫോണല്ലേ ഉള്ളൂ, മമ്മിയുടെ കയ്യിൽ ഒരു വലിയ ഐപാഡല്ലേ ഇരിക്കുന്നേ. അതാദ്യം താത്തു വെക്ക്, എന്നിട്ട് നമുക്ക് നോക്കാം. ടെസ്സമോള് പറയുന്നത് ശരിയാ. ഇവളുടെ കയ്യിൽ എപ്പോഴും ഒരു മൊറം പോലെ ഇരിക്കുന്ന സാധനമുണ്ട്. ഫേസ്ബുക്ക് മാറുമ്പോൾ വാട്സാപ്പ്, വാട്സാപ്പ് മാറുമ്പോൾ ടിക്ടോക്ക്. പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അത് ശരി, നിങ്ങൾ കൂടുതലൊന്നും പണയണ്ട. ശനിയാഴ്ച രാത്രി മുഴുവനും ടിവിയും കണ്ട് എപ്പോഴോ ഒക്കെയാ വന്ന് കിടക്കുന്നേ. പിന്നെ എങ്ങനെയാ രാവിലെ എണീക്കുന്നേ? നിർത്ത്. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കാതെ. നിങ്ങൾ എല്ലാ ഞായറാഴ്ചയും ഒരുങ്ങി കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സമയം വേർതിരിക്കണം. ദൈവനാമത്തിനായി സമയം ചെലവഴിച്ചാൽ ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കും. കുഞ്ഞുങ്ങളുടെ ആത്മീക ജീവിതം വളരെ പ്രാധാന്യമുള്ളതാണ്. നിങ്ങൾ ഇപ്പോൾ അവർക്ക് വേണ്ടി സമയം ചിലവഴിച്ചില്ലെങ്കിൽ അവർ ദൈവസന്നിധിയിൽ നിന്ന് വളരെ അകന്നു പോകുവാനിടയാകും. ഓക്കെ, നമുക്കപ്പോൾ പ്രാർത്ഥിക്കാം. ടിൻറ്റുമോനെ, ആ ബൈബിളിങ് എടുത്ത് സദൃശവാക്യങ്ങൾ 22:6 ഒന്ന് വായിച്ചേ. പപ്പ ഒന്ന് എടുത്തു തരാമോ? അതെവിടെയാണോ ഇനി? നീ മമ്മിയോട് പോയി ചോദിക്ക്. ഓ, ബുദ്ധിമുട്ടണ്ട, ഞാൻ തന്നെ അങ്ങ് വായിച്ചോളാം. ബാലൻ നടക്കേണ്ട വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക, അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല. നിങ്ങൾക്കിതിൽ നിന്ന് എന്ത് മനസ്സിലായി? നിങ്ങൾ മുടങ്ങാതെ സൺഡേ സ്കൂളിന് പോയി ദൈവവചനം പഠിച്ച് അനുഗ്രഹിക്കപ്പെട്ടവരായി കാണപ്പെടണം. അപ്പോൾ ഈ വരുന്ന ആഴ്ച മുതൽ നമ്മുടെ സൺഡേ സ്കൂളിൻ്റെ പുതിയ അധ്യയന വർഷം ആരംഭിക്കുകയാണ്. നിങ്ങൾ മുടങ്ങാതെ സൺഡേ സ്കൂളിന് വന്ന് ദൈവവചനം പഠിച്ച് അനുഗ്രഹിക്കപ്പെട്ടവരായി കാണപ്പെടണം. എങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ സൺഡേ സ്കൂളിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ കുഞ്ഞുങ്ങൾക്കും കൃത്യസമയത്ത് സൺഡേ സ്കൂളിന് കടന്നു വന്ന് ദൈവവചനം പഠിപ്പാനും അനുഗ്രഹിക്കപ്പെട്ടവരായി കാണപ്പെടുവാനും അവരെ സഹായിക്കണമേ. പ്രത്യേകാൽ മാതാപിതാക്കൾക്ക് കുഞ്ഞുങ്ങളെ കൃത്യസമയത്ത് സൺഡേ സ്കൂളിന് ഒരുക്കി അയക്കുവാൻ തക്കവണ്ണം അവർക്കും കൃപ കൊടുക്കണമേ. പ്രത്യേകാൽ ഞങ്ങൾ ഈ ഭവനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നൈറ്റ് ഡ്യൂട്ടിയൊക്കെ കുറച്ച് കുഞ്ഞുങ്ങളെ കൃത്യസമയത്ത് സൺഡേ സ്കൂളിന് അയക്കുവാൻ തക്കവണ്ണം അവർക്ക് ദൈവം കൃപ കൊടുക്കണമെന്നായി പ്രാർത്ഥിക്കുന്നു. സകല യേശു നാമത്തിൽ തന്നെ ആമേൻ.